ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ കുറച്ച് ഡേയ്സിന് ശേഷം ഇന്നാണ് ഒരു ട്രാവൽ വ്ലോഗ് ആയിട്ട് ഞങ്ങൾ വരുന്നത്. അപ്പോൾ ഇന്ന് കുറച്ച് സ്പെഷ്യൽ ആയിട്ടുള്ള സ്ഥലത്തേക്കാണ് പോകുന്നത്. ഒരു സ്പെഷ്യൽ ഡേ ഉണ്ട്. കുറച്ച് മോർണിംഗ് തന്നെ ഇറങ്ങി, ഏകദേശം ഒരു 3 മണിയാകുമ്പോൾ തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങി. അപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങി ഇനിയിപ്പോൾ അവിടെ എത്തുമ്പോൾ ഏകദേശം ഒരു 11 മണിയൊക്കെ ഉണ്ടാവും, ഏകദേശം അപ്രോക്സിമേറ്റ്ലി ആ ഒരു ടൈം ആവും. അപ്പോൾ എന്താണ് ആ സ്പെഷ്യൽ ഡേ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് വഴിയെ പറഞ്ഞുതരാം കേട്ടോ. അപ്പൊ ഒരു പാട്ടായിട്ട് നമുക്ക് വീഡിയോ ചെയ്യാം. അപ്പം നമ്മൾ ഏകദേശം തമിഴ്നാട് ആ ഒരു ഭാഗത്ത് എത്തിയിട്ടുണ്ട്. അപ്പൊ പഴനി എത്താറായി. അപ്പൊ നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞ് പതുക്കെ അങ്ങ് പോവാം കേട്ടോ. ഓക്കെ. അപ്പൊ ഇനി ഞങ്ങളുടെ ആനിവേഴ്സറി, നാളെ ഞങ്ങളുടെ ആനിവേഴ്സറി ആണ്. 1 ഇയർ കംപ്ലീറ്റ് ആകാൻ പോകുന്ന ഒരു അടിപൊളി ഡേ ആണ്. ഓക്കെ. അപ്പോ അതിന്റെ കാര്യങ്ങളൊക്കെ ആയിട്ട്, അതിന്റെ ഒരു വ്ലോഗായിട്ട് നമ്മൾ ഒരു അടിപൊളി സ്ഥലത്തേക്കാണ് പോകുന്നത്. പിന്നെ അതിന്റെ കൂടെ കുറെ പർച്ചേസിങ്ങും കാര്യങ്ങളും. പിന്നെ നമ്മൾ പോകുന്നത് തമിഴ്നാട്ടിലേക്കാണ് പോകുന്നത്. ആ സ്പോട്ട് ഏതാന്നുള്ളതൊക്കെ ഞാൻ കറക്റ്റ് ആയിട്ട് പിന്നെ പറഞ്ഞുതരാം. അപ്പോ എല്ലാവരും കൂടെ ഉണ്ടാവണം. കുറെ വീഡിയോ ഇട്ടിട്ട് കുറച്ച് പേഴ്സണൽ കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ച് ബിസി ആയിരുന്നു. അപ്പൊ ഇന്നാണൊന്ന് ഫ്രീ ആയത്. അപ്പൊ ഞങ്ങൾ 2 പേരും കൂടി പോവാണ്. കാറ്റാടിയൊക്കെ ഇട്ടിട്ടോ, കാറ്റാടിയൊക്കെ ഉള്ള സ്ഥലങ്ങളിലൂടെയാണ് പോകുന്നത്. അപ്പൊ അതൊക്കെ കാണിച്ചു തരാം. ഞങ്ങളുടെ ഒരു റിലേഷൻ ഏകദേശം ഒരു 4 ഇയേഴ്സ് ഓഫ് റിലേഷൻഷിപ്പിന് ശേഷമാണ് ഞങ്ങൾ മാരേജ് ആവുന്നത്. സോ ഈ ഒരു ആനിവേഴ്സറി ഞങ്ങളെ സംബന്ധിച്ച ആനിവേഴ്സറി പറഞ്ഞാൽ അത്രയും സ്പെഷ്യലാണ്. അതുകൊണ്ട് തന്നെ ഇങ്ങനൊരു സ്പോട്ട് തിരഞ്ഞെടുത്ത്, കാരണം കുറച്ച് ഡിവൈൻ ആയിട്ട് ഇരിക്കട്ടെ വിചാരിച്ചിട്ട് ഞങ്ങൾ അങ്ങനെ ഒരു സ്പോട്ട് തിരഞ്ഞെടുത്ത് തന്നെയാണ്. ഇപ്പോൾ ഏകദേശം എത്താറായി കഴിഞ്ഞു. ഇനി ഞങ്ങൾ നേരെ പോകുന്നത് നല്ല ചായ കുടിക്കണം. അല്ലേ ചേട്ടാ? ചായ കുടിച്ചിട്ടില്ല. അപ്പോ നേരെ ഞങ്ങൾ പോയിട്ട് നല്ലൊരു ചായ ഒക്കെ കുടിച്ചിട്ട് തുടങ്ങാന്ന് വെച്ചു. അപ്പോൾ നല്ല ഇതിലുള്ള റെസ്റ്റോറൻറ്റ് കണ്ടിട്ട് ഞങ്ങൾ അവിടെ പോയിട്ട് ചായ കുടിച്ചിട്ട് തുടങ്ങുള്ളൂ. ദെൻ നേരെ സ്റ്റേ എടുത്തിട്ടുണ്ട്. അപ്പൊ അവിടെ പോയിട്ട് ഡ്രസ്സ് ഒന്ന് ചേഞ്ച് ചെയ്തതിന് ശേഷം നമ്മൾ നേരെ സ്പോട്ടിലേക്ക് പോകുന്നു. യെസ്, ബാക്കിലേക്ക് നോക്കുക ഗൈസ്, വലിയ കാറ്റാടി നേരിട്ടിട്ട് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ലൈഫിൽ ഞാൻ കണ്ടിട്ടില്ല. വലുത്, ഏറ്റവും വലുത്. ഞങ്ങളൊരു 6 മണിയൊക്കെ ആകുമ്പോഴേക്കും ഐരാവത ടെമ്പിളിൽ എത്തിയിട്ടോ. അപ്പോൾ നോക്കിയപ്പോൾ നല്ല തിരക്കുണ്ട്. പിന്നെ നല്ല അതെനിക്ക് തോന്നുന്നു പാർക്ക് പോലെ ആൾക്കാർ യൂസ് ചെയ്യുന്ന സ്ഥലമാണ്. പാർക്ക് പോലെയാണ് ആൾക്കാരെ യൂസ് ചെയ്യുന്നത്. പുറത്ത് കണ്ടപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഉള്ളിൽ നിന്ന് ഷൂട്ട് ചെയ്യാനൊന്നും പറ്റില്ല എന്ന് വിചാരിച്ചു. കാരണം അത്രയധികം ക്രൗഡ് ഉണ്ടായിരുന്നു. ഈ കാണുന്ന പോലെ കേട്ടോ, അമ്പലത്തിൻ്റെ ചുറ്റും നല്ല ക്രൗഡ് ഉണ്ടായിരുന്നു. ആൾക്കാർ പാർക്ക് പോലെയൊക്കെ ഉപയോഗിക്കുന്ന സ്ഥലമാണ്. ഉള്ളിലേക്ക് നോക്കിയപ്പോൾ ഗൈസ്, ഞാൻ എൻ്റെ ലൈഫിൽ ഞാൻ കണ്ടിട്ടില്ല ഇത്ര അധികം ആർക്കിടെക്ചറായിട്ട് നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ഇത് കണ്ടുപിടിക്കാൻ ഞാൻ കുറച്ച് കഷ്ടപ്പെട്ടു ഗൈസ്. അതായത് ഇതിൽ ആനയുടെയും കാളയുടെയും തല ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ടുപിടിക്കാൻ ഞാൻ കുറേ കഷ്ടപ്പെട്ടു. ചേട്ടൻ കുറേ പറഞ്ഞു തന്നിട്ടാണ് എനിക്ക് തന്നെ മനസ്സിലായത്. ലോങ്ങിൽ നിന്ന് കാണുമ്പോൾ അത് കറക്റ്റായിട്ട് മനസ്സിലാവും കേട്ടോ. അതായത് ആനയുടെ ഇത് പൊത്തി പിടിക്കുമ്പോൾ വേറൊരു ഫേസ് വരാൻ കുറച്ച് കഷ്ടപ്പെട്ടു ഞാൻ. ദെൻ ഞങ്ങൾ നേരെ കുറച്ചധികം ശില്പങ്ങളും കാര്യങ്ങളൊക്കെ കണ്ട് തൊഴുതിട്ടാട്ടോ ഇറങ്ങിയത്. തൊഴുത് കഴിഞ്ഞപ്പോൾ ഇതിന് ആൾക്കാരൊക്കെ ഒരുവിധം, ഒരു ഈവനിങ് ഒക്കെ ആകുമ്പോഴേക്കും ആൾക്കാരൊക്കെ ഒരുവിധം പോയി നമുക്ക് കറക്റ്റായിട്ട് ഷൂട്ട് ചെയ്യാനൊക്കെ പറ്റി. ഇതൊക്കെ നോക്കുക ഗൈസ്, വെറൈറ്റി അടിപൊളിയായിട്ടുണ്ട്. അങ്ങനെ അന്തം വിട്ടിട്ടെല്ലാവരും ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ചേട്ടനാണ് ഷൂട്ട് ചെയ്യുന്നത് കേട്ടോ. ദെൻ കറക്റ്റായിട്ട് നേരെ നല്ല പോലെ തൊഴാൻ പറ്റി. കാരണം തിരക്കൊന്നും അധികം ഉണ്ടായിരുന്നില്ല, കാരണം എല്ലാവരും പുറത്തുണ്ടായിരുന്നത്. സോ ഞാൻ കറക്റ്റായിട്ട് എല്ലാവരും നടന്ന് കറക്റ്റായിട്ട് കുറേ നേരം നിന്ന് കണ്ട് ആസ്വദിച്ചിട്ടാണ് പോയത്. സോ എല്ലാവരും എന്തായാലും ഐരാവത ടെമ്പിൾ മറക്കാതെ വിസിറ്റ് ചെയ്യുക. അടിപൊളി ടെമ്പിളാണ്. അതിനധികം കുറേ അധികം ഹിസ്റ്ററീസ് ഉണ്ട്. ദെൻ ഞങ്ങളൊരു ഈ നെയ്ത്ത് ചെയ്യുന്ന ഒരാളുടെ അടുത്തേക്ക് പോയിട്ട് ഒരു സാരി മേടിക്കാൻ വേണ്ടിയിട്ട്, അമ്മയ്ക്കൊരു സാരി വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, തഞ്ചാവൂർ സാരി വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ നേരെ അവിടെ പോയി ഒരു നെയ്ത്ത് ശാലയിൽ പോയിട്ട് അവിടെ നല്ലൊരു അടിപൊളി സാരി മേടിച്ചിട്ടാണ് റിട്ടേൺ വന്നത്. ദെൻ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സാരിയാണ് ഈ ഒരു കോംബോ, ഒരു വൈറ്റ് ബ്രൗൺ കോംബോ. സോ ഞങ്ങൾ 2 പേരും കുറേ വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തു. ഫോട്ടോ എന്ന് വിചാരിച്ച് വീഡിയോയ്ക്ക് പോസ്റ്റ് ചെയ്യുന്നു ഗൈസ്. അപ്പോൾ ഞങ്ങൾ അതൊക്കെ കഴിഞ്ഞ് ചുറ്റും നടന്ന് കണ്ട് ഐരാവത ടെമ്പിളിൽ തൊഴലും കൂടി കഴിഞ്ഞ് ഞങ്ങൾ നേരെ റിട്ടേൺ പോന്നു. സോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. ബൈ.